ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ആഫ്റ്റർ എഫക്റ്റിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ എഫക്റ്റിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. ബേസിക് നമ്മളൊന്ന് വെറുതെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. നമ്മൾ പുറകെ ബാക്കിയുള്ള വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ എനിക്ക് ഹോം പേജിൽ പോവുക. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. മേലത്തെ ഫയൽ, എഡിറ്റ്, കോമ്പോസിഷൻ, ലെയർ, എഡിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മേലെ നമുക്ക് വീണ്ടും വേറെ വീഡിയോയിൽ വരാം. അതിന് നമ്മൾ ഓപ്പൺ പ്രൊജക്റ്റിൽ പോവുക. അവിടെ ആണെങ്കിൽ നമ്മൾ മുന്നേ ഏതെങ്കിലും വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ പ്രൊജക്റ്റിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചിട്ട് ആ വീഡിയോ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതൊക്കെയാണ്. അതാ ന്യൂ പ്രൊജക്റ്റിൽ കയറുക. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സേവ് ചെയ്യുക വീഡിയോ. അതിന് Ctrl+Shift+S ആണ് ഷോർട്ട് കട്ട് കീ. അതിൽ സേവ് ചെയ്യുക, പിന്നെ സേവ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ന്യൂ കോമ്പോസിഷൻ, എഡിറ്റ്, ഫൂട്ടേജ് അതൊക്കെ ഉണ്ട്. അതിൽ പോവുക. ഇവിടെയാണ് നമ്മുടെ റേഷ്യോസൊക്കെ സെലക്ട് ചെയ്യണത്. മേലൊരു പേര് കൊടുക്കുക. റേഷ്യോ സെലക്ട് ചെയ്യുക. അതിൽ കുറേ റേഷ്യോ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിന് റേഷ്യോ, യൂട്യൂബ് അങ്ങനെയൊക്കെ റേഷ്യോസ് ഉണ്ടാവും. അത് കൊടുക്കുക. എഡിറ്റ് കൊടുക്കുക. അതിൽ റീലിന് റേഷ്യോ, പിന്നെ അങ്ങനെ 1080, 1920 അങ്ങനെയൊക്കെ റേഷ്യോസ് ഉണ്ടാവുമല്ലോ. നമ്മുടെ യൂട്യൂബിന് ബേസിക് റേഷ്യോ ആണ് 1920, 1080 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ അതാണ് അതിൽ കൊടുക്കുന്നത്. അത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പല റേഷ്യോസും ഉണ്ടാവും. അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. കുഴപ്പമില്ല. ഇത് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ഇതിൽ പോവുക. അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ എങ്ങനെ നമ്മുടെ സ്ക്രീൻ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. ഫിറ്റ്, ചെറുതാക്കാം, വലുതാക്കാം ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ ഓപ്ഷനാണ് സെലക്ഷൻ ടൂൾ. സെലക്ഷൻ ടൂൾ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിലുള്ള സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സെലക്ഷൻ ടൂൾ കൊണ്ട് വലിച്ച് ഇത് മാത്രം സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളതാണ് മൂവിങ് ടൂൾ. മൂവിങ് ടൂൾ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ അങ്ങോട്ട് എടുത്ത് വെക്കണമെങ്കിൽ ഇങ്ങോട്ട് എടുത്ത് വെക്കണമെങ്കിലോ നമുക്ക് ചെയ്യാം. വേറെ അവിടെ കോമ്പോസിഷൻ കയറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് തിരിച്ചാക്കണമെങ്കിൽ നമ്മൾ അതിൽ പോവുക. ഒന്നേ Ctrl+Z അടിക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിൽ പോയിട്ട് ചെറുതാക്കിയിട്ട് വീണ്ടും ഫിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അത് പഴയ പോലെ ആവും വീഡിയോ. മൂന്നാമത്തെ ഓപ്ഷനാണ് സൂം ഓപ്ഷൻ. അത് നമ്മൾ ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സ്പേസ് പ്ലസ് മൗസിൻ്റെ മൂവിങ് ടൂൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയാൽ നമുക്ക് ഇതാക്കാം. പിന്നെ ഉള്ള ടൂള് നമുക്ക് വേറെ വരാം. പിന്നെ റെക്റ്റാങ്കിൾ ടൂള്. നമ്മൾ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കണമെങ്കിലോ റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിലോ നമുക്ക് ആ റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്യാം. പിന്നെ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്ട്രോക്ക് ഉണ്ട്. പിന്നെ അതിലുള്ള ഫില്ല്. സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളിലുള്ളതാണ് സ്ട്രോക്ക്. അത് പിന്നെ നമ്മൾ സ്ട്രോക്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കണത് ആ ഓപ്ഷനിൽ സ്ട്രോക്കൊക്കെ നമുക്ക് മാറ്റാൻ, കൂട്ടാം, അതൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ആക്കണമെങ്കിൽ Ctrl+Z അടിക്കുക, ബാക്ക് അടിക്കണമെങ്കിൽ. പിന്നെയുള്ള ഓപ്ഷൻ നമ്മൾ പരിചയപ്പെടുന്നത് ടെക്സ്റ്റ് ഓപ്ഷനാണ്. നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് വേണമെങ്കിലും ടെക്സ്റ്റ് ചെയ്യാം. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്രാൻസ്ലേഷനോടെ വേറെ വീഡിയോ തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആഫ്റ്റർ എഫക്റ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി വീഡിയോസൊക്കെ വഴിയെ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഗൈസ് എല്ലാവർക്കും വീഡിയോ വാച്ച് ചെയ്തതിന്. അപ്പോൾ നമ്മൾ വേറെ പുതിയ വീഡിയോയുമായി ഇനി വരുന്നതാണ്. ഓക്കെ, ബൈ ഗൈസ്.